നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോഴിതാ ഷാഫി പറമ്പിന്റെ കൂട്ടത്തോടെ വളഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാവുകയാണ്. വടകരയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ. അതിനെതിരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിൽ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇവിടേക്ക് ഡിവൈഎഫ്ഐ നേതാക്കൾ ഒത്തുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. പോലീസ് ഇവരെ സംഭവസ്ഥലത്ത് നിന്നും മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇവർ വേദിയിലേക്ക്, ഷാഫി പറമ്പിൽ ഇരിക്കുന്ന വേദിയിലേക്ക് ഇടിച്ചു കയറാനാണ് ശ്രമിച്ചിരുന്നത്. ഇന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രതികരണം തേടാനായി മാധ്യമങ്ങൾ എല്ലാവരും തടിച്ചുകൂടിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിലിനെതിരെ ദേശീയ പാതയോട് ചേർന്നിട്ടുള്ള സമരപ്പന്തലിലേക്ക് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇടിച്ചു കയറിയത്. ഷാഫി പറമ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നു, മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി, കാരണം മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരുന്നത് എങ്കിലും ഈ ഒരു വിഷയം അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു, ഈ ഒരു വിഷയം അത് ജനങ്ങൾ അറിയേണ്ടതായിരുന്നു. അതിന് ഇങ്ങനെ ഒരു വഴിയെങ്കിലും നിങ്ങൾ വന്നല്ലോ, അത് സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തുടങ്ങിയിരുന്നത്. കൃത്യമായി തന്നെ ഷാഫി പറമ്പിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് സംസാരിച്ചത്. ഒരു പക്ഷേ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പ്രതിഷേധം കാരണം ഇനി സംസാരിക്കുമോ, ഈ MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മാറാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുകയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീണ്ടും സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഒരു പക്ഷേ ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് പ്രതികരിക്കാൻ അനുവദിക്കണം എന്നില്ല, കാരണം സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെയും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം രൂക്ഷമായിരുന്നു. കാരണം ഷാഫി പറമ്പിലിനെതിരെയും വരും മണിക്കൂറിൽ ഒരു വലിയ ബോംബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഇടയിലാണ് ഷാഫി പറമ്പിൽ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നൊരു വാർത്ത വന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഷാഫി പറമ്പിലിനെതിരെ വലിയൊരു സമാനമായ രീതിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം എന്താണോ ഇപ്പോൾ അനുഭവിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു വിവാദം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ നീങ്ങിയിരുന്നു. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകണം, MLA സ്ഥാനവും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആവശ്യവും വിവാദവും ശക്തമാകുന്നതിനിടയിലാണ് ഷാഫി പറമ്പിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതികരിക്കാമെന്ന് പറയുന്നത്. മാത്രമല്ല ഷാഫിയുടെ പ്രതികരണം ഒരു നിർണായകമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ മെന്റർ എന്നാണ് ഷാഫി പറമ്പിലിനെ അറിയുന്നത്. ഇരു മനസ്സും അല്ലെങ്കിൽ ഇരു ശരീരവും ഒരു മനസ്സുമായി നടന്ന ടീമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു തൃശങ്കുൾ നിൽക്കുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ രക്ഷകനായി വരുമോ തള്ളിക്കളയുമോ എന്നൊക്കെ തന്നെ വരും മണിക്കൂറിൽ കണ്ടറിയാം.